ഹലോ ഡിയേഴ്സ്, SSLC എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. എത്ര മണിക്കൂർ പഠിച്ചാലാണ് എനിക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഫുൾ A+ നേടിയെടുക്കാൻ സാധിക്കുക എന്നതായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം. പലർക്കും ഇപ്പോഴായിരിക്കും പഠിച്ചു തുടങ്ങണമെന്നൊക്കെയുള്ള ഒരു തോന്നലിലേക്ക് വന്നിട്ടുണ്ടാകും. കാരണം 9ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ്സിലേക്ക് വന്നു, ആദ്യമായിട്ട് ഒരു പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന അക്കാഡമിക് ഇയർ ആണ്. സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഓരോ കുട്ടികൾക്കും ഓരോ രീതിയിലാണ് അവരുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ചിലർക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്നുണ്ടാകും, ചിലർക്ക് കുറച്ചധികം സമയം എടുത്താൽ മാത്രമായിരിക്കും ഒരു കോൺസെപ്റ്റ് ഒക്കെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുക. അതിപ്പോൾ മാത്സ് ആണെങ്കിലും സോഷ്യൽ ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും ഒക്കെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ പഠിച്ചു തീർക്കാൻ ഓരോ കുട്ടിയും എടുക്കുന്ന സമയം ഡിഫറെൻ്റ് ആണ്. സോ എല്ലാ കുട്ടികളോടും എനിക്ക് വന്നിട്ട് പറയാൻ പറ്റില്ല SSLC ആണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു ദിവസം 4 മണിക്കൂർ പഠിക്കണമെന്ന്. ചില കുട്ടികൾക്ക് 4 മണിക്കൂർ കൊണ്ട് പഠിക്കുന്ന ഒരു കാര്യം മറ്റൊരു കുട്ടിക്ക് ചിലപ്പോൾ 2 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ സാധിച്ചെന്ന് വരും. സോ നിങ്ങൾ ചെയ്യേണ്ടത് എത്ര സമയം എടുത്തിട്ടാണോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക ആ രീതിയിൽ തന്നെ നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. എത്ര സമയമാണോ പഠിക്കുന്നത് ആ സമയം നിങ്ങൾ പഠനത്തിൽ മാത്രം ഫോക്കസ്ഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ള കാര്യം. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ മുന്നിലുള്ള ആദ്യത്തെ ഗോൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മളുടെ ഓണം എക്സാമാണ്. ഈ ഓണം എക്സാമിന് ഒരു 10 ദിവസം മുമ്പെങ്കിലും നമുക്ക് ഓണം എക്സാമിനുള്ള മുഴുവൻ പോർഷൻസും പഠിച്ചു തീർക്കാൻ കഴിയുന്ന രീതിയിൽ വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ. അത്രയും സ്ട്രക്ചേർഡ് ആയിട്ട് അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ പോകുന്നത്. നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായിട്ട് പഠിച്ചു തീർക്കാൻ കഴിയുന്ന രീതിയിൽ അത്രയും സ്ട്രക്ചേർഡ് ആയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകളും അതുപോലെ തന്നെ നമ്മുടെ ലൈവുകളും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങളും എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനത്തെ കൃത്യമായിട്ട് ക്രമീകരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ദിവസം നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്, ഇന്ന് ഞാൻ പഠിക്കുക 2 മണിക്കൂർ പഠിക്കും അല്ലെങ്കിൽ 3 മണിക്കൂർ പഠിക്കും എന്ന് മൈൻഡിൽ ഫിക്സ് ചെയ്തിട്ടല്ല നിങ്ങൾ പഠിക്കാനിരിക്കേണ്ടത്. നിങ്ങളിപ്പോൾ മാത്സിലെ ആദ്യത്തെ ചാപ്റ്റർ എടുത്ത് പഠിക്കുകയാണെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ എടുത്ത് പഠിക്കാനിരിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ആദ്യത്തെ ഒരു ടോപ്പിക്ക് ഞാൻ ഇന്ന് പഠിച്ചു തീർക്കും, അതിൻ്റെ ഭാഗത്തിലുള്ള കോൺസെപ്റ്റുകളും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഞാൻ ഇന്ന് മുഴുവനായിട്ടും ചെയ്ത് പഠിക്കും എന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാനിരിക്കാൻ. അതുപോലെ നിങ്ങൾ ഫിസിക്സിലെ ഒരു ചാപ്റ്ററും കൂടിയാണ് ഇന്ന് പഠിക്കുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിൻ്റെ പകുതിയാണ് ഇന്ന് പഠിക്കുന്നതെന്ന് വിചാരിക്കുക. സോ ആ ഒരു ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ രീതിയിൽ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സ്ട്രക്ചറൊക്കെ ഇട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് വീക്ക്ലി ഷെഡ്യൂളുകളുണ്ട്. ഓരോ വീക്കിലും നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ആപ്പിലൂടെ ലഭിക്കുന്നതാണ്. ആപ്പിലുള്ള ക്ലാസ്സുകളുടെ സഹായത്തോടു കൂടി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും എല്ലാം കണ്ടുകൊണ്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം നമ്മളുടെ ബാച്ചിലുണ്ട്. സോ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ട്, അതായത് വെറും 3499 രൂപയാണ് ഒരു വർഷത്തെ ഫീസ്. സോ ആ ഒരു ഫീസ് അടച്ച് നിങ്ങൾ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട ഒരു സ്റ്റഡി ടൈം ടേബിളൊന്നും ഇടണ്ട. നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി ടൈം ടേബിളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ തരും, അതിൻ്റെ കൂടെ നിങ്ങൾ വന്നാൽ മതി. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നുള്ളതല്ല, ആ പഠിക്കാനിരിക്കുന്ന സമയം എത്ര നന്നായിട്ട് പഠിക്കുന്നു, എത്ര ഫോക്കസ്ഡ് ആയിട്ട്, എത്ര മൈൻഡ്ഫുൾ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നു എന്നുള്ളതാണ്. സോ പഠിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ മാത്സ് ഫിസിക്സ് ഒക്കെ ഉള്ള പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ എഴുതി തന്നെ പഠിക്കാൻ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാതെ വെറുതെ വായിച്ചു പോകരുത്. കാരണം പരീക്ഷയിൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മിഡ് വേയിൽ പകുതി വഴിയിൽ നിങ്ങൾ നിന്നു പോകും. സോ കൃത്യമായി ഫോക്കസ്ഡായി നിങ്ങൾ പഠിക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഫുൾ A+ എത്താൻ സാധിക്കും. സോ അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.